ഹായ് ഹലോ ഫ്രണ്ട്സ്, കറുത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ നിസ്സാര വിലയിൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറാണ്. എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളത് ഫാമിനും താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും 750 മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. എല്ലാവിധ വാഹനങ്ങളും വീടിന് മുറ്റത്തടക്കം എത്തിച്ചേരുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. അതിൽ 1200 സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീടുമുണ്ട്. താമസിക്കാനും അതുപോലെ കൃഷികൾ ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും ഫാം നടത്താനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ധാരാളം ചെടികളും പ്രകൃതി തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി വീടിൻ്റെ വിശേഷങ്ങൾ പറയാം. 4 ബെഡ്റൂമുകളാണ് ഇതിലുള്ളത്. 4 ബെഡ്റൂം, ഹാള്, സിറ്റൗട്ട്. ബെഡ്റൂമിൽ 1 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ കോമൺ ബാത്റൂമാണ്. കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ്. പറമ്പിലാണെങ്കിൽ എല്ലാവിധ കൃഷികളും അത്യാവശ്യം വേണ്ട എല്ലാ കൃഷികളും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് വീടും അതിനുള്ള ചുറ്റുപാടൊക്കെ കണ്ടു നോക്കാം. പട്ടീനെ വളർത്താൻ പട്ടിക്കൂടും അതുപോലെ തൊഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതും ഉണ്ട്. ഇനി നമുക്ക് പറമ്പിലെ പ്രധാനപ്പെട്ട കൃഷികളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയാം. 125ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ ഈ സ്ഥലത്തുണ്ട്. 8ഓളം കായ്ക്കുന്ന തെങ്ങുകൾ, വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന 8ഓളം തെങ്ങുകൾ, അതുപോലെ ജാതി മരങ്ങൾ, മാവ്, പ്ലാവ്, പിന്നെ പുളി ഉണ്ട് കേട്ടോ. ഇരുമ്പം പുളി, കൊടംപുളി, അരിനെല്ലി, അങ്ങനെയുള്ള എല്ലാ വക പുളികളും അവിടെയുണ്ട്. മാവ്, പ്ലാവ്, അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ, പേര, ചാമ്പ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ പറമ്പിൽ ധാരാളമായിട്ട് തന്നെയുണ്ട്. കൃഷിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വളരുന്ന ഒരു സ്ഥലമാണ്. കാലാവസ്ഥയും മണ്ണൊക്കെ നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇതാണ്. വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത്. വെള്ളം പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട്. കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഓപ്പൺ കിണറുണ്ട്. അതുപോലെ കറണ്ട്, വഴി, വെള്ളം, എല്ലാം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും. ഇനി നമുക്ക് റബ്ബർ തോട്ടം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് റബ്ബർ തോട്ടം. വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത്. തേക്ക് മരങ്ങളും. ഇനി ഇതിൽ 2 കൊടംപുളി, വലിയ 2 കൊടംപുളി മരം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു തോടാണ്, വെള്ളം ഒഴുകുന്ന ഒരു തോടാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രകൃതി ഒരുക്കിയിട്ടുള്ളൊരു സൗകര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. വീടും സൗകര്യങ്ങളും എല്ലാതും നല്ല നിരന്ന ഭൂമിയാണ്. തൊട്ടടുത്ത് നിറയെ വീടുകളൊക്കെ കാര്യങ്ങളെല്ലാതും ഉണ്ട്. 750 മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ, അമ്പലങ്ങൾ, അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. ഈ കാണുന്ന 2 വലിയ മരങ്ങൾ കൊടംപുളിയുടെ മരങ്ങളാണ്. നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊടംപുളി മരമാണ്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നല്ല ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ സ്ഥലത്തുള്ള കിണർ ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം. നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ എത്തുമ്പോൾ കിണർ കാണിക്കുക. അവിടെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. കിണർ കാണാം. അതുപോലെ തന്നെ ആട്, പശു, കോഴി, താറാവ്, ഇനി മീൻ വളർത്തണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. പണിയെടുക്കുന്നവർക്കെല്ലാം പറമ്പിൽ പണിയെടുക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ പണി ചെയ്ത് തീർക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരിതാണ്. വാഴ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ട് കാലത്തൊക്കെ പായൊക്കെ നെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ചെടിയാണ് ആ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് കണ്ടത്. ഇപ്പോഴൊക്കെ അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചില വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എത്ര സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടതെങ്കിലും
ഒരുപാട് വിലയൊന്നും ഈ സ്ഥലത്തിനാവുന്നില്ല, വളരെ നിസ്സാരമായിട്ടുള്ള വിലയേ ആവുന്നുള്ളൂ. കവുങ്ങ് തൈകളൊക്കെ നട്ടു വെച്ചേക്കണതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ കൃഷികൾക്കും ഫാമും വീടും താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളത്. ഇതാണ് കിണർ, നെറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്, ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം. ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില 38 ലക്ഷം രൂപയാണ്. 38 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത്. ഒരേക്കർ 75 സെൻറ്റ് സ്ഥലവും അതിൽ 1200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടുമാണ് മൊത്തത്തിലുള്ളത്. അതിൻ്റെ മൊത്ത വില 38 ലക്ഷം രൂപയാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ഇനിയിപ്പോൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വില കുറച്ച് താഴ്ത്തി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.